സാധാരണ ഒരു കാറിൻ്റെ എഞ്ചിനുമായിട്ട് ഫോർമുല 1 മത്സരത്തിന് പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ലാപ്പ് തന്നെ ബേൺ ഔട്ടായി പോകും. ഇത് തന്നെയാണ് നമ്മുടെ ഓരോ അത്ലറ്റിനും സംഭവിക്കുന്നത്. റോങ് എനർജി സിസ്റ്റം ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹാർഡായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്താലും നിങ്ങൾ സ്പീഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് 3 എനർജി സിസ്റ്റംസ് ആണുള്ളത്. ഇതിൽ ഏത് എനർജി സിസ്റ്റമാണ് നമ്മുടെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിൽ ഏത് എനർജി സിസ്റ്റമാണ് നമ്മുടെ സ്പീഡ് എൻഡൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിൽ ഏത് എനർജി സിസ്റ്റമാണ് നമ്മുടെ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഫോസ്ഫജൻ എനർജി സിസ്റ്റത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. മാത്രമല്ല ഫോസ്ഫജൻ എനർജി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ എത്രമാത്രം ഇന്റൻസിറ്റിയിലാണ് സ്പ്രിന്റ് ട്രെയിനിങ് ചെയ്യേണ്ടത്, ഓരോ റെപ്പറ്റീഷനിടയിൽ എത്ര റെസ്റ്റ് എടുക്കണം, അതുപോലെ ടോട്ടൽ എത്ര റെപ്പറ്റീഷൻ ചെയ്യണം, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് ഷെബിൻ, വെൽക്കം ടു അവർ അനദർ വീഡിയോ. ഒരു അത്ലീറ്റ് സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്പീഡിലായിരിക്കും മസിൽസ് അവിടെ കോൺട്രാക്ട് ചെയ്യുന്നത്. മസിൽസിന് വേഗത്തിൽ കോൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിലേക്ക് അവിടെ എനർജി ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 എനർജി സിസ്റ്റം വഴിയാണ് മസിൽസിനെ അവിടെ കോൺട്രാക്ട് ചെയ്യാനുള്ള എനർജി ലഭിക്കുന്നത്. അതിലൊന്നാണ് ഫോസ്ഫജൻ എനർജി സിസ്റ്റം, മറ്റൊന്നാണ് ഗ്ലൈക്കോജൻ എനർജി സിസ്റ്റം, ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ഓക്സിഡേറ്റീവ് അല്ലെങ്കിൽ എയറോബിക് എനർജി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിലാണ് എനർജി ലഭിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വേഗത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി സിസ്റ്റമാണ് ഫോസ്ഫജൻ എനർജി സിസ്റ്റം. ഫോസ്ഫജൻ എനർജി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ATP, ഫോസ്ഫോക്രിയാറ്റിൻ, ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷന് വേണ്ടി സഹായിക്കുന്ന എൻസൈമുകളുണ്ട്. അതിലൊന്നാണ് CPK, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, മറ്റൊന്നാണ് മയോകൈനേസ്, MK എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എൻസൈമുകൾ ആ കെമിക്കൽ റിയാക്ഷൻ യഥാർത്ഥത്തിൽ ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്ന എൻസൈമുകളാണ്. സോ ഒരു സ്പ്രിന്റ് അല്ലെങ്കിൽ ഒരു സ്പീഡ് വർക്കൗട്ടിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ പറഞ്ഞ എനർജി സബ്സ്ട്രേറ്റ്, അതായത് ATPയെയും ഫോസ്ഫോക്രിയാറ്റിന്റെയും സ്റ്റോറേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഉദ്ദേശമാണ്. അതുപോലെ തന്നെ അവിടുത്തെ എൻസൈംസിന്റെ ആക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, CPKയും അതുപോലെ MK പോലെയുള്ള എൻസൈമുകളുടെ ആക്ടിവിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. എങ്കിലാണ് വളരെ വേഗത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, വളരെ ഫാസ്റ്റ് ആയിട്ട് അതുവഴി മസിൽസ് കോൺട്രാക്ട് ചെയ്യാനും വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യാനും നമുക്ക് സാധിക്കത്തുള്ളൂ. സോ ഇത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ട്രെയിനിങ്ങിൽ ചില ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാക്സിമം ഇന്റൻസിറ്റിയിലായിരിക്കണം ഓരോ റെപ്പറ്റീഷനും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ 95 to 100% ഇന്റൻസിറ്റി, അതായത് മാക്സിമം എഫേർട്ടിലായിരിക്കണം ഓരോ റെപ്പറ്റീഷനും ചെയ്യേണ്ടത്. സോ നമ്മളൊരു സ്ലോ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ നമ്മളൊരു 85% അല്ലെങ്കിൽ 70% ഇന്റൻസിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എനർജി സിസ്റ്റം വേണ്ട രീതിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഈ എനർജി സിസ്റ്റം അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഇന്റൻസിറ്റിയിലായിരിക്കണം നിങ്ങൾ ഓരോ റെപ്പറ്റീഷനും ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, എത്ര ഡ്യൂറേഷനിലാണ് ഈ ഒരു റെപ്പറ്റീഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മാക്സിമം 10 seconds ഡ്യൂറേഷനിലായിരിക്കണം ഓരോ റെപ്പറ്റീഷനും ചെയ്യേണ്ടത്. കാരണം ആദ്യത്തെ ഒരു 1 to 2 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ATP അവിടെ ലോസ് ആയി തീരും, അല്ലെങ്കിൽ ATP കംപ്ലീറ്റ് ആയിട്ടും യൂസ് ചെയ്ത് തരും. രണ്ടാമതായിട്ട് അതിനുശേഷം മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫോസ്ഫോക്രിയേറ്റിനെയാണ് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് ഏകദേശം 10 seconds വരെയാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഫോസ്ഫജൻ എനർജി സിസ്റ്റം ലാസ്റ്റ് ചെയ്യുന്നത് 10 seconds ആയതുകൊണ്ടാണ് നമ്മളുടെ ഓരോ റെപ്പറ്റീഷനും മാക്സിമം 10 seconds അതിനുള്ളിലുള്ള റെപ്പറ്റീഷനോ ചെയ്യാവൂ എന്ന് പറയുന്നത്. കൂടുതൽ ഡ്യൂറേഷനോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് എനർജി സിസ്റ്റം ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഓരോ റെപ്പറ്റീഷനും 10 seconds അതിന് താഴെയുള്ള ഡ്യൂറേഷനിലായിരിക്കും നമ്മൾ റെപ്പറ്റീഷൻ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഓരോ റെപ്പറ്റീഷനിടയിൽ എത്ര റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്. 3 to 5 minutes മിനിമം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മസിൽസിൽ ലോസ് ആയിട്ടുള്ള ATPയെയും ഫോസ്ഫോക്രിയാറ്റിനെയും റീസ്റ്റോർ ചെയ്യാനാണ് നമ്മൾ 3 to 5 minutes ടൈം കൊടുക്കുന്നത്. നമ്മൾ വളരെ ഷോർട്ട് ടൈം പീരീഡ് ആണ് റെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മളുടെ ATPയും ഫോസ്ഫോക്രിയാറ്റിനൊന്നും റീസ്റ്റോർ ചെയ്യത്തില്ല. സോ ഇത് റീസ്റ്റോറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 3 to 5 minutes നിങ്ങൾ റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര റെപ്പറ്റീഷൻസ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഞാൻ നമ്മുടെ അക്കാഡമിയിൽ നമ്മുടെ കുട്ടികളുടെ സ്പീഡ് ട്രെയിനിങ് ചെയ്തതിൻ്റെ ഡാറ്റയാണ്. 50 meters റെപ്പറ്റീഷനാണ് അവർ ചെയ്തത്. ഏകദേശം ആദ്യത്തെ 1-2 റെപ്പറ്റീഷൻസ് കൃത്യമായിട്ട് ആ ഒരു ടൈം ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചു, അവരെ മാക്സിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ 4-5 റെപ്പറ്റീഷൻ കഴിഞ്ഞോടുകൂടി അവർ സ്പീഡ് ഡ്രോപ്പ് ആവാനായിട്ട് തുടങ്ങി. മാത്രമല്ല അവരുടെ മസിൽസിന് ഫാറ്റിഗ് ആവാൻ തുടങ്ങി, അതായത് മസിൽസ് ഒരു ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മസിൽസ് കൂടുതൽ ടയേർഡ് ആവാൻ തുടങ്ങിയപ്പോൾ നമ്മളവിടെ റെപ്പറ്റീഷൻ സ്റ്റോപ്പ് ആക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര റെപ്പറ്റീഷൻ എന്നുള്ളത് മാക്സിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് നമ്മൾ റെപ്പറ്റീഷൻ കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ളതാണ്. 4 റെപ്പറ്റീഷനോ 5 റെപ്പറ്റീഷനോ 6 റെപ്പറ്റീഷനോ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സ്പീഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ മാക്സിമം എഫേർട്ട് അവർക്ക് അവിടെ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ മസിൽസ് ഫാറ്റിഗ് ആവുകയോ അല്ലെങ്കിൽ ടയേർഡ് ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സ്പ്രിന്റ് ട്രെയിൻ ചെയ്യിക്കരുത്. അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റ് എനർജി സിസ്റ്റംസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഗ്ലൈക്കോജൻ സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സിസ്റ്റം ആയിരിക്കാം. സ്പീഡ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എഫേർട്ടിൽ സ്പ്രിന്റ് ചെയ്യണം.
അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫാറ്റിക് ആവരുത്, ആ ഒരു സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയണം. എങ്കിലാണ് നമ്മളുടെ സ്പീഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ ഷെയർ ചെയ്തത് നമ്മുടെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഫോസ്ഫജൻ എനർജി സിസ്റ്റത്തെ കുറിച്ചും അതെങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് സ്പീഡ് എൻഡുറൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള എനർജി സിസ്റ്റത്തെ കുറിച്ചിട്ടും വർക്കൗട്ടിനെ കുറിച്ചിട്ടാണ്. സോ വീഡിയോ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ഷബീർ. ബൈ.